ഇത് നനക്കലൊന്നുമില്ല, ആകെ ഉണങ്ങിപ്പോയല്ലോ. അല്ല ഇടിമിനി, ഇതിനൊന്നും വെള്ളം ഒഴിക്കലൊന്നുമില്ലേ? എന്തായിരുന്നു? മാർക്കറ്റിംഗിന്റെ ഭാഗമായി കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. വേണ്ട വേണ്ട, ഇപ്പൊന്നും വേണ്ട. എന്തെങ്കിലും ഒന്ന് എടുത്തൂടെ? ലോക്കൽ പ്രോഡക്റ്റും വലിയ വിലയായിരിക്കും. സാറേ, ഞങ്ങളുടെ പ്രോഡക്റ്റ് ഇല്ലേ, നല്ല വിലക്കുറവാ, അതേപോലെ തന്നെ നല്ല ഗുണമേന്മ. ഇതാ നോക്കൂ. ഇതിനെത്രയാ വില? ഇതിന് വെറും 640 രൂപയുള്ളൂ. ആ, ഇത് ഭയങ്കര വിലയല്ലേ? അല്ല സാറേ, അതിന്റെ കൂടെ ഇതും കൂടെ ഒരെണ്ണം എടുത്തോളൂ. 500 രൂപയാണ് ഇതിന്റെ വില. രണ്ടും കൂടെ ഓഫറിൽ 300 രൂപക്ക് കിട്ടും. വേണ്ട വേണ്ട, ഇത് തന്നെ എടുത്തത് നിന്റെ സങ്കടവും നിരാശയും കണ്ട. ഇതുപോലുള്ള പാത്രങ്ങൾ ധാരാളം ഉണ്ട് ഇവിടെ. എന്താ സാറേ ഇങ്ങനെ? ജീവിക്കാൻ വേണ്ടിയല്ലേ. ചേട്ടാ, ഇതും കൂടി വാങ്ങി നോക്കാം. പൈസ എടുത്തിട്ട് വരെ. ഇങ്ങനത്തെ കച്ചവടമായിട്ട് ഇറങ്ങിയ കുറേ ആൾക്കാർ തട്ടിപ്പാ. ഇതാ പൈസ. താങ്ക്സ് ചേച്ചി. ഓ ശരി. ചേട്ടാ, എത്രയായി? 40 രൂപ. ശരി, എന്നാൽ വൈകുന്നേരം കാണാം. നിങ്ങൾ ഇങ്ങോട്ട് പോയാൽ മതി. ഞാൻ ഇങ്ങോട്ട് പോവാം. എന്നാൽ ശരി. അതെടുക്കല്ലേ. അമ്മ വിശക്കുന്നു, എന്തേലും താ. ആ, മക്കള് കളിച്ചോ, അമ്മ കൊണ്ടുതരാം. എന്താ മക്കൾക്ക് കൊടുക്കുക? ഇതാ, ഇത് കഴിച്ച മക്കള്. വേറെ ഒന്നുമില്ല അമ്മ. എന്താ അമ്മ എന്നും ആവില്ല? മക്കളിപ്പോ അത് തിന്ന്. അമ്മ ശേഖരേട്ടന്റെ കട വരെ പോയിട്ട് വേഗം വരാ കേട്ടോ. ഇനി ഞാനാ. നീ കള്ളക്കളി കളിക്കുന്നുണ്ടേ. ചേട്ടാ ആരോ? മക്കളെ, ഇവിടെ വേറെ ആരും ഇല്ലേ? അമ്മേ, ആരോ വന്നിക്ക്. ആരാ? അറിയില്ല അമ്മേ. അമ്മ ഒന്നിങ്ങോട്ട് വാ. ദാ വരുന്നു. നമസ്കാരം ചേച്ചി. എന്തേനു? ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത്. അയ്യോ, ഇപ്പൊ ഒന്നും വേണ്ടേ? കാണാൻ ചേച്ചി, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകം ഉപകാരപ്പെടും. അമ്മ, എനിക്കിത് ഒന്നും മിണ്ടാണ്ടിരിക്കണം. വാങ്ങിച്ചു കൊടുക്ക് ചേച്ചി. അയ്യോ, ഇപ്പൊ അരി വാങ്ങിക്കാനുള്ള പൈസ പോലും ഇവിടെ ഇല്ല. ഇത് മതി. അയ്യോ, ഇതൊന്നും ഇപ്പൊ വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇത് മോളെ. നിനക്ക് പൂക്കള്. ഹായ്. മറ്റൊരിക്കലും വാങ്ങിക്കാം. ഇത് എന്റെ വക, അവർക്കിരിക്കട്ടെ. അയ്യോ, ഇതൊന്നും വേണ്ടേ? ഇതൊന്നും വേണ്ട. നിങ്ങൾ അനിയൻ തരുന്നാന്ന് വിചാരിച്ചാ മതി. കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാലോ. നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ ചേച്ചി. എന്നാ ഞാൻ പോട്ടെ. ശരി. ചേട്ടാ, മഞ്ചുണ്ടോ? മഞ്ചില്ല മക്കളെ, ഫാന്റാസ്റ്റിക്കേ ഉള്ളൂ. രണ്ടെണ്ണം. ഓ, ആയിക്കോട്ടെ. ആ, ചേട്ടാ, സിഗരറ്റ് ഉണ്ടോ? ഉണ്ട്. ഒന്ന്. എവിടുന്നാ? ഇവിടെ ഒന്നും കാണാറില്ലല്ലോ. ഞാൻ ടൗണിലാ. ഓ, തീപ്പെട്ടി അവിടെ ഉണ്ട്. ഓ,
തിരക്കില്ല. ഇടക്കിടക്ക് വിളിച്ച് ശല്യം ചെയ്യല്ലേ. പറഞ്ഞ മനസ്സിലായി എനിക്ക്? ഓക്കെ. സർ സർ എന്താടോ? ഞങ്ങളുടെ കമ്പനിയുടെ കുറച്ച് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാ. ഇപ്പൊ ഒന്നും വേണ്ട. സർ സാധനങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? തന്നോടല്ലേ പോകാൻ പറഞ്ഞത്? സമയമില്ലാ നേരത്ത് ഓരോരുത്തൻ വലിഞ്ഞു കയറി വരും, മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്താൻ. അല്ല പിന്നെ എന്താ? ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഒന്നും വേണ്ട. ശേഖരേട്ടാ, ഓ ദാ ആ ഇത് 300 രൂപയുള്ളൂ. 2000 രൂപ തരാനുണ്ട്. ഇപ്പൊ ഈ 300 രൂപയേ ഉള്ളൂ ചേട്ടാ. ബാക്കി ഞാൻ വേഗം തന്നു തീർത്തോളാം. അതൊന്നും ഇവിടെ നടക്കത്തില്ല. 200 രൂപ പറ്റില്ലേതും 100 രൂപയ്ക്ക് സാധനം തരും. അങ്ങനെ പറയല്ലേ ചേട്ടാ. പിന്നെ ഞാൻ എങ്ങനെ പറയണോ? കടം വാങ്ങുമ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഇത് തന്നെ വീട്ടിലെ വിഷമം കണ്ടിട്ട് ഒരു ഫ്രണ്ട് തന്നതാ. കുറച്ച് അരിയും പച്ചക്കറിയും കിട്ടിയിരുന്നെങ്കിൽ. ഉം. 2 ദിവസം കൊണ്ട് പറ്റി തീർക്കണം. ഉം, ഉം. ചേച്ചി 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 ആ മക്കളെ വാ. ഇതെന്താ? ഇത് കുട്ടികൾക്ക് കുറച്ച് സാധനങ്ങളാ. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. ഇതാ, ഇത് പിടിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്നെ ഒരു അനിയനെ പോലെ. ഇതാ ചേച്ചി ഇതോടെ. ഇതൊന്നും വേണ്ടായിരുന്നു. ഓ നന്നായി പഠിക്കണേ ആ. ചേച്ചി. ഞാൻ ഇനിയും വരാം. നമ്മളെ പോട്ടെ. ഉം. ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ. ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ദൈവം മനുഷ്യരൂപത്തിലും വരുമെന്ന്. എൻ്റെ കൃഷ്ണ.